നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവനെ ഒന്നുകൂടി കാണണം. അവന്റെ ഡീറ്റെയിൽസ് ഞാൻ എടുത്തുതരാം. അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. അവര് തമ്മിൽ ഇത്രയും സ്നേഹിച്ചിട്ട് അതിനേക്കാൾ റിസ്ക് എടുത്ത് വിവാഹം കഴിച്ചിട്ട് അവളെ ഇങ്ങനെ അവൻ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ സച്ചേട്ടൻ പറഞ്ഞതുപോലെ അതിന് പിന്നില് എന്തോ ഒരു കാരണമുണ്ട്. ഇവളാകെ ഭ്രാന്ത് പിടിച്ചിരിക്കുക. ഇനി ഇവളെ പ്രകോപിപ്പിച്ച ഈ വീട്ടിൽ ആളുകളുണ്ടെന്നുള്ളത് മാർഗം. ഇവൾ ഈ ഭ്രാന്ത് വിളിച്ചു പറയുന്നത് ആരെങ്കിലും കേട്ടാ അതോടെ സ്നേഹയും ഞാനും തമ്മിലുള്ള ജീവിതം അവസാനിക്കും. നീ എന്തായി ആലോചിക്കുന്നത്? എന്നെങ്ങനെ പറഞ്ഞു പറ്റിക്കാന്നാണോ? ഇതെല്ലാം നിന്റെ തെറ്റിദ്ധാരണയാണ്. സ്നേഹ പ്രഗ്നന്റ് അല്ലെന്ന് ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്. എനിക്കിത് വിശ്വസിക്കാമല്ലോ അല്ലേ? വിശ്വസിക്കാം. എന്താടാ നിനക്ക് കൈ തരാനൊരു മടി? നീ പറഞ്ഞത് ഞാൻ വിശ്വസിക്കുക. ഇതിന് എന്തെങ്കിലും മാറ്റം വന്നാ പിന്നെയും നെല്ലിശ്ശേരി വീട്ടിൽ കേൾക്കുന്നത് നിന്റെ മരണവാർത്തയായിരിക്കും. അത് മറക്കണ്ട. അവളുടെ മനസ്സിൽ നിന്ന് പഴയതൊന്നും പോയിട്ടില്ല. സ്നേഹം ഒന്ന് ഛർദ്ദിച്ചപ്പോൾ അവന്തിക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെങ്കിൽ യഥാർത്ഥത്തിൽ സ്നേഹ പ്രഗ്നന്റ് ആയ ഇവളെന്തൊക്കെ ചെയ്യും? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് തോന്നിയിട്ടേ ഇല്ല. പിന്നെ എന്തായിരിക്കും ഇതിന് പിന്നിലെ കാരണം? അവർ തമ്മിൽ നല്ല സ്നേഹത്തിലാണല്ലോ. അതോ ഇനി ഇതെല്ലാം അവന്റെ അഭിനയമാണോ? എന്തിനാണ് ധനുഷ് അവന്തിയേട്ടത്തിക്ക് കൈ കൊടുത്തത്? ഇനിയും അവൻ തന്നെ ആയിരിക്കും ഇതിനെല്ലാം പിന്നിൽ. ധനുഷിനെയും അവന്തിയേട്ടത്തെയും പലയിടങ്ങളിൽ വെച്ച് പല സമയത്ത് ഒരുമിച്ച് കണ്ടിട്ടുണ്ട്. ധനുഷും സ്നേഹയും തമ്മിൽ നല്ല അടുപ്പത്തിലായിരിക്കുമ്പോൾ തന്നെ അവൻ ഏട്ടത്തിക്ക് കൈ കൊടുക്കുന്നു. പക്ഷേ ഏട്ടത്തി അവനെ ഭീഷണിപ്പെടുത്തുന്നത് പോലെയാണല്ലോ എനിക്ക് തോന്നിയത്. അവർ തമ്മിലുള്ള കൂടിക്കാഴ്ചകളെല്ലാം ദുരൂഹമാണ്. ധനുഷിന് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. എല്ലാം ഞാൻ പിന്നീട് പറയാം. ഇതിന് പിന്നിലെ കാരണം എന്തായാലും അത് കണ്ടുപിടിക്കണം. അവരുടെ ജീവിതം സന്തോഷകരമായി മുന്നോട്ടു പോകാൻ അത് വളരെ അത്യാവശ്യമാണ്. താനെന്താ വലിയ ഗൗരവത്തിലാണല്ലോ. എന്തത്ര വലിയ ആലോചന? കാര്യം കുറച്ച് ഗൗരവമുള്ളതാ. എന്താ അത്രയ്ക്ക് ഗൗരവമുള്ളൊരു മാറ്റർ? പറയാം. അത് സച്ചേട്ടനും കൂടി അറിയേണ്ട കാര്യം. ധനുഷും സ്നേഹയും ഇതുവരെ അവരുടെ ജീവിതം തുടങ്ങിയിട്ടില്ല. അവര് തമ്മില് ഇതുവരെ ഒരു ഫിസിക്കൽ റിലേഷൻ ഉണ്ടായിട്ടില്ല. താൻ പറഞ്ഞു ശരിയായിരിക്കാം. പക്ഷേ എന്തിനൊരു കാരണം വേണമല്ലോ. കാരണമില്ലാത്ത ഒന്നും ഈ ഭൂമിയിൽ സംഭവിക്കുന്നില്ല. രാത്രിയായാലും പകലായാലും
ഒരു ഇല അടർന്നു വീണാലും അപ്രതീക്ഷിതമായി ഒരു കാറ്റടിച്ചാൽ പോലും ഈ ഭൂമിയിൽ അതിനൊരു കാരണം ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിനൊരു കാരണം ഉണ്ടാവും. അതുറപ്പാ. സച്ചേട്ടാ, ഇപ്പോഴാ ഞാനൊരു കാര്യം ഓർത്ത്. അന്ന് ധനുഷിന്റെ കാര്യങ്ങൾ അന്വേഷിച്ചിറങ്ങിയ സമയത്ത് അവന്റെ ഒരു ഫ്രണ്ടിനെ നമ്മൾ കണ്ടത് ഓർമ്മയുണ്ടോ? ആ, അവന്റെ നമ്പർ ഒന്ന് തപ്പിയെടുക്കണം. അവനെ ഒന്നുകൂടി കാണണം. അവന്റെ ഡീറ്റെയിൽസ് ഞാൻ എടുത്തുതരാം. അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. അവര് തമ്മിൽ ഇത്രയും സ്നേഹിച്ചിട്ട് അതിനേക്കാൾ റിസ്ക് എടുത്ത് വിവാഹം കഴിച്ചിട്ട് അവളെ ഇങ്ങനെ അവൻ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ സച്ചേട്ടൻ പറഞ്ഞതുപോലെ അതിന് പിന്നില് എന്തോ ഒരു കാരണമുണ്ട്. ആ കാരണത്തിലേക്കുള്ള വഴി തുറക്കാൻ അവന്റെ ആ കൂട്ടുകാരന് കഴിയും. സൂരജിന് എന്നെ മനസ്സിലായോ? ആ, എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങളന്ന് ധനുഷിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്താ പുതിയ വിഷയം? ധനുഷിനെ കുറിച്ച് അറിയാവുന്ന വിവരങ്ങളൊക്കെ അന്ന് ഞാൻ പറഞ്ഞാണല്ലോ. എനിക്കിപ്പോ അറിയേണ്ടത് മറ്റൊരു കാര്യം. അക്കാലത്ത് ധനുഷിന്റെ അടുത്ത സുഹൃത്തുക്കൾ ആരായിരുന്നു? ഞാൻ അന്വേഷിക്കുന്നത് ഏതെങ്കിലും പെൺകുട്ടികളുമായിട്ട് ധനുഷിനടുത്ത ബന്ധമുണ്ടായിരുന്നോ? ഇപ്പോഴും അവനെ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഭീഷണിയുണ്ടോ? അങ്ങനെ ഭീഷണിയൊന്നുമില്ല. പഴയതിൽ നിന്നും ധനുഷ് കുറേയേറെ മാറിയിട്ടുണ്ട്. പക്ഷേ ചില സംശയങ്ങളൊന്ന് തീർക്കാൻ വേണ്ടി. ടെക്കിയായിരുന്ന കാലത്ത് അവൻ ഏതോ ഒരു പെണ്ണുമായി ബന്ധം ഉണ്ടായിരുന്നു എന്നറിയാം. ഇതാണോ ആ സ്ത്രീ? ഇതാണോ എന്ന് ചോദിച്ചാ എനിക്കറിയില്ല. ഞാൻ ആളെ നേരിട്ട് കണ്ടിട്ടില്ല. എന്തായിരുന്നു അവര് തമ്മിലുള്ള ബന്ധം? പ്രേമമായിരുന്നു അതോ വെറും സൗഹൃദമായിരുന്നു? ഒരിക്കൽ അവന്റെ ലൈഫിൽ ഒരു വലിയ ഇഷ്യൂ ഉണ്ടായി. ഒരു സ്കാമിൽ അവൻ അകപ്പെട്ടു. അന്ന് അവൻ ജയിലിൽ പോകേണ്ടതായിരുന്നു. പക്ഷേ അവനെ അതിൽ നിന്ന് രക്ഷിച്ചത് ആ പെൺകുട്ടിയാണ്. അങ്ങനെയായിരുന്നു ആ ഒരു ബന്ധത്തിന്റെ തുടക്കം. പിന്നീട് അവർ തമ്മിൽ വലിയ അടുപ്പത്തിലായി. അവർ തമ്മിൽ വിവാഹം കഴിക്കുമെന്നാണ് ആ കാലത്ത് ഞങ്ങളെല്ലാവരും കേട്ടിരുന്നത്. അപ്പോ നിങ്ങൾ നേരിട്ട് ആ സ്ത്രീയെ കണ്ടിട്ടില്ല? ഇല്ല. അവരുടെ പേര് ഓർമ്മയുണ്ടോ? അവന്തിക എന്നാണോ പേര്? അതെനിക്ക് ഓർമ്മയില്ല. കാരണം ഞാനും ധനുഷും തമ്മിൽ അത്ര അടുത്തൊരു സൗഹൃദം ഉണ്ടായിരുന്നില്ല. കാര്യങ്ങളൊക്കെ അറിയാവുന്ന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ കാണിച്ച ഈ ഫോട്ടോയിലെ സ്ത്രീയെ നിങ്ങൾ ഒരിടത്തും കണ്ടിട്ടില്ല? ഇല്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.